അപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നാണ് നമ്മുടെ കുഞ്ഞ് വെളിയിൽ ഇറങ്ങുന്നത്. കുഞ്ഞിനും അങ്ങ് സന്തോഷമായി. ഗൈസ്, അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നല്ല കിടിലം വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. മദ്യമായി ആയി പേടിച്ചിരിക്കുന്നു വെട്ടാൻ കുഞ്ഞിന്റെ നൂലുകെട്ട് സമയമായിട്ടുണ്ട്. ഞങ്ങൾ വേണ്ട കെട്ടാനായിട്ട് പോകണം കേട്ടോ. അപ്പം വേണം അനങ്ങാതെ കിടക്കുക. നമ്മുടെ ടൈമായി ഒത്തിരി. രശിവാ, അപ്പം രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ലേറ്റ് ആയിട്ടൊക്കെ വരുന്നുള്ളൂ കേട്ടോ. രാവിലെ മഴയുടെ ഒരു ചെറിയ കോളുണ്ടായിരുന്നു. ഗൈസ്, അപ്പോഴത്തേ നമ്മൾ മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചടങ്ങ് ഇപ്പോൾ തുടങ്ങും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ സെറ്റാവാനുണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ. കണ്ടോ ഉടുപ്പൊക്കെ ഉണ്ടോ? കുഞ്ഞിന് പേരിടാൻ പോവോ? പേര് കുഞ്ഞിന് പേരിടാൻ പോവോ? കെട്ടാൻ വേണ്ടി പോവാണ്. കുറെ വീട് കുരവാ നമ്മൾ അരിഞ്ഞാണം. ആരോ ഇതാ കുഞ്ഞിനൊക്കെ എടുത്താനായിട്ട് തൊട്ടിലായിട്ട് വന്നേക്കുവാണ്. തൊട്ടിലാട്ട് ഫുൾ വലയുടെ ഐറ്റം മൊത്തം നമ്മുടെ ഉള്ള സാധനം. இரவும் போனது பகலும் போனது மன்னன்னில்லையே கூட இளைய கண்ணீன் இமைதிடாத கண். ഗൈസ്, അപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. നൂലുകെട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. കുഞ്ഞിന്റെ പേര് റിദാൻ എന്നാണ്. പിന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ചിന്ന കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ചിന്നക്കുട്ടൻ നമ്മുടെ കയ്യിരിപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇന്നത്തെ നൂലുകെട്ടും ചടങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ബന്ധുക്കാരും കൂട്ടുകാരും എല്ലാം എത്തിയിട്ടുണ്ട് നമ്മുടെ പരിപാടി കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛനും അമ്മയൊക്കെ അകത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഒത്തിരി നമുക്ക് സംസാരിക്കാൻ പറ്റാഞ്ഞത്. നമ്മുടെ കുഞ്ഞാണെങ്കിൽ വേണ്ട മിണ്ടാതെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക കേട്ടോ. ഇത്ര ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലൊന്നും ഇറങ്ങിയിട്ടുള്ളത്. ഇന്നാണ് വെളിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇവൻ നോക്കുമ്പോൾ എല്ലാം ഫുള്ള് പച്ചയാണ് കേട്ടോ. ഞങ്ങളും പച്ച, ഈ കാണുന്ന എല്ലാം പച്ചയാണ്. ഇല്ല മോനെ? കുഞ്ഞിന്റെ ചടങ്ങെല്ലാം കഴിഞ്ഞു. കുഞ്ഞിനങ്ങ് ഭയങ്കര വിഷമം. ചൂട് കാരണം കുഞ്ഞങ്ങ് കരയുക. രാവിലെ തൊട്ടേ ഇങ്ങനെ കൊണ്ടു നടക്കുമല്ലേ, അതുകൊണ്ട്. ഇല്ല ഇല്ല മോനെ, ഇല്ല ഇല്ല ഇല്ലടി ഇല്ലടി എൻ്റെ മോനെ, എൻ്റെ മോൻ കരയാതെ. ഇത് സുന്ദരി. ഇല്ല 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 മോനെ, ഇല്ല 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 മോനെ, ഇല്ല മോനെ, ഇല്ല എൻ്റെ മോൻ കരയാതെ. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നാണ് നമ്മുടെ കുഞ്ഞ് വെളിയിൽ ഇറങ്ങുന്നത്. കുഞ്ഞിനും അങ്ങ് സന്തോഷമായി. കുഞ്ഞിനും സന്തോഷം ഭയങ്കരമായിട്ട്. സന്തോഷം കൊണ്ട് കരയുവാന്നോ? സന്തോഷം കൊണ്ട് ഞാൻ എടുത്തപ്പോഴത്തേനും കുഞ്ഞൊരു കാണിച്ചില്ല. ഇല്ല 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 ഇല്ലടി. കുഞ്ഞിന്റെ പപ്പ വന്നിട്ടുണ്ട്. പപ്പ എന്താ പറയാനുള്ളത്? എന്താ പറയാൻ ഇവിടെ വന്നു എല്ലാ പരിപാടിയിലെല്ലാം സഹകരിക്കുന്നു. അതെ, കുഞ്ഞിന്റെ 28 അത് കഴിഞ്ഞു. ഹാപ്പി അല്ലേ? ഹാപ്പി. കുഞ്ഞിനെ എന്താ വിളിക്കുന്ന പേര്? റിദാൻ. റിദാൻ, റിദാൻ കുട്ടനാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് ഹൈദരാബാദിൽ നിന്ന് വന്നതാണ് കേട്ടോ കുഞ്ഞിനെ കാണാനായിട്ട്. ഹോസ്പിറ്റലായപ്പോൾ വരാൻ പറ്റിയില്ല, ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിനെ കണ്ട കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ്റെ 28 ഇന്ന്. എല്ലാം വളരെ ഭംഗിയായിട്ട് നൂലുകെട്ടും പിന്നെ അതിനുശേഷം ഫുഡ് കാര്യങ്ങളൊക്കെ ഇതുവരെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. എല്ലാം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നമ്മളെ സഹായിച്ചു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ലപോലെ എല്ലാം നടന്നു. യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, തടസ്സങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. കുഞ്ഞിൻ്റെ പേര് ഇട്ടത് റിദാൻ എന്നാണ്. റിദാൻ, വീട്ടിൽ ചിന്ന. റിദാൻ എന്ന് അവൻ്റെ ഒഫീഷ്യൽ നെയിം. വീട്ടിലെ നാടൻ പേര് ചിന്ന.
ഗൈസ് അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നല്ല കിടിലം വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങിന്ന് അച്ഛനൊക്കെ നേടെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ, അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുക്കാം ഓരോ പെഗ് വെച്ച്. വീട്ടിൽ പോകുന്നുണ്ട്. അയ്യോ മദ്യമായി ആയി. ഒരു ചെമ്പത്തി കുറച്ചിട്ടുള്ള ധരിച്ച അരി എടുത്ത് ഇന്നതാണ്. അതെ എങ്ങനെയാണ് ടേസ്റ്റ്? പേടിച്ചിരിക്കുന്നോ വെട്ടാൻ വെട്ട് ഇസപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ 28 ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ണപ്പൻ അച്ഛനായിരിക്കുകയാണ്. ഞങ്ങളുടെ ക്ലബിൽ കയറിയിരിക്കുകയാണ് അദ്ദേഹം. ഇനി അങ്ങോട്ട് ഇനിയും ദിവസങ്ങളാണ്. 100 കോടി ക്ലബിലേക്ക് ഞങ്ങൾ വേറെ ക്ലബ്ബാണ്. മാറും ഇല്ലേ? ബ്രോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കൊച്ചിനെ കാണാൻ ഞാനിന്നാണ് കൊച്ചിനെ കാണുന്നത്. ഇവര് നേരത്തെ വന്ന് കണ്ടായിരുന്നു. മാളു കണ്ടായിരുന്നു. ഞാനും മാളും ഇന്നാണ് കൊച്ചിനെ കാണുന്നത്. ഫുഡ് സൂപ്പറായിരുന്നു. കഴിച്ച് വിയർത്തു. കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ട് ഫുഡ് കഴിച്ചെന്നാണ്. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ കുഞ്ഞിനെ കണ്ട് സുഖമായിട്ടിരിക്കുന്നു. ദൈവം ആരോഗ്യവും ആയുസ്സും കുഞ്ഞിന് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും അമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അച്ഛനൊക്കെ രാവിലെ എത്തിയായിരുന്നു. തിരക്കായതുകൊണ്ട് പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല. അമ്മ എന്ത് ചെയ്യും? അമ്മയും അച്ഛനും ശ്രീകുട്ടി എത്തിയായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു വീഡിയോക്കകത്ത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതല്ല, ഞങ്ങളുടെ ഒരുമിച്ച് സ്കൂളിൽ പോയിട്ടുണ്ട്. ഇല്ലടാ, പഠിച്ച് തോറ്റ ആൾക്കാരാണ് ഞങ്ങൾ. എൻ്റെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മണ്ടയ്ക്കുണ്ട്. എല്ലാവരും നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ സൂര്യണ്ണൻ്റെ മെയിൻ ആളാണ് ഇവൻ. അവിടെ മണ്ടയ്ക്ക് ഊണ് നടന്നിരിക്കുകയാണ്. എൻ്റെ നല്ലൊരു കൂട്ടുകാരനാണ്. ഒരുമിച്ച് പഠിച്ചാണ്. നിതിനാണ്ടനും അമ്മ എത്തിയിട്ടുണ്ട്. അണ്ണാ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അമ്മേ വാ വരൂ. ചിലപ്പോൾ നമ്മുടെ അനിയന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. കുഞ്ഞിന്റെ മാമന്മാരാണ്, ഉപ്പാപ്പിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ അമ്മ അച്ഛനെ ശ്രീകുട്ടരെ എല്ലാവരും വന്നിട്ടുണ്ട്. റംബൂട്ടാൻ തന്നെയാണ്. റംബൂട്ടാൻ തന്നെ വന്നോളൂ. അപ്പൊ അമ്മയൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങാം. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ മെയിൻ ആള്. അവിടെ റംബൂട്ടാൻ ഇതാ ഇവിടുത്തെ മെയിൻ ഗസ്റ്റ് ആണ്. ഇവിടുത്തെ സമ്മാനം നൽകാനായിട്ട് മൈച്ച എത്തിയിട്ടുണ്ട്. എന്താണ് മൈച്ച? എനിക്കില്ലേ? ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുവാവയുടെ 28 ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു അല്ലേ? ഫുള്ള് ആൾക്കാരായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റില്ല. മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഇപ്പോൾ ആണെങ്കിൽ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ ഇല്ലേ അച്ഛാ? ചെറിയൊരു ചൂടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുവാവയ്ക്ക്. ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. മറ്റന്നാൾ വരാൻ പറഞ്ഞു കേട്ടോ. ഉറക്കവാ കണ്ടോണ്ട് എന്താ ചിരിക്കുന്നുണ്ടോ? ശരിയൊക്കെ ഉണ്ട് ഇപ്പം. പിന്നെ ഹാപ്പി ആണോ? കുഞ്ഞിന്റെ പേരെന്ന് പറഞ്ഞു? വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? ചിന്ന മഹാദേവനെന്നും വിളിക്കും. ഞാൻ വിളിക്കുന്ന മഹാദേവൻ. പിന്നെ അയ്യപ്പനെന്നുണ്ട്. അയ്യപ്പനെന്നും വിളിക്കും. എല്ലാ ദൈവങ്ങളുടെ പേരിട്ടേക്കും കേട്ടോ. ഇവനൊരു ഈ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ഇഷ്ടമുള്ള പേരാണ് വിളിക്കുന്നത്. അതെ,
മഹാദേവൻ, മഹാദേവൻ, ചിന്ന, മഹാദേവൻ, റിദാൻ. ഞാൻ ശബരിമല അയ്യപ്പൻ. അയ്യപ്പൻ്റെ പേരിട്ടാ ഞാൻ വിളിക്കുന്നത്. അതെ, രേഷു ഇട്ട പേരാണ് റിദാനും ചിന്നയും അല്ലേ? മഹാദേവൻ. മഹാദേവൻ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ. അതുപോലെ കുഞ്ഞിന്റെ ചടങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നായിരുന്നു കേട്ടോ, ഇല്ലേ? നമ്മളാണെങ്കിൽ വലിയ ആർഭാടത്തോടൊന്നും അല്ല നടത്തിയത്. പിന്നെ ഇനിയുള്ള പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടത്തുന്നതാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞ് വന്നേ. പിന്നെ ചെറിയൊരു ചൂട് കൂടി ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുവച്ച് വന്നതാണ് കുഞ്ഞിനെ. അതെ, ഞങ്ങൾ ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് വന്നത്. കുഞ്ഞു അതെ, മഹാദേവൻ. എല്ലാം വളരെ ഭംഗിയായിട്ട് ഈശ്വരൻ്റെ സഹായം, ഭഗവാന്റെ സഹായം, ദൈവത്തിൻ്റെയൊക്കെ സഹായം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. അത് മഹാദേവൻ കിടക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷണിക്കപ്പെട്ട നമ്മുടെ സ്ഥലം സ്വീകരിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ ചടങ്ങിന് എത്തിയിട്ടുള്ള എല്ലാവർക്കും KDN കമ്പനിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നുണ്ട്. വന്നവരെ എല്ലാവരെയും ഞങ്ങൾക്ക് കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇവിടെ ഫുള്ള് തിരക്കായതുകൊണ്ട് ഫുള്ള് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ നമുക്ക് പറ്റിയ രീതിയിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഒന്നും കാണിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. എൻ്റെ ഒരുപാട് കൂട്ടുകാർ വന്നായിരുന്നു, ബന്ധുക്കളും എല്ലാവരും വന്നായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു അല്ലേ? നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വന്ന നമ്മുടെ ബന്ധുമിത്രാദികളും പിന്നെ കണ്ണപ്പൻ്റെ ദാസപ്പൻ്റെ ഒക്കെ കൂട്ടുകാരും പിന്നെ എല്ലാവർക്കും നിങ്ങളെ നന്ദി അറിയിക്കുന്നു. അപ്പൊ കുഞ്ഞ് വന്നോണ്ട് ഞങ്ങളെല്ലാരും ഹാപ്പിയാണ്. ഇനി ഫംഗ്ഷൻ എല്ലാം നല്ലപോലെ നടന്നിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ ഒത്തിരി ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ നമുക്കൊരു കുഞ്ഞിൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. ഓക്കെ, ശരി അമ്മോ? ശരി, ഞങ്ങൾ വീണ്ടും കാണാം.